ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 65 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 65 പറയുന്നത്? എ ടാങ്ക് വിത്ത് ലെങ്ത് 10 മീറ്റർ, ബ്രെഡ്ത്ത് 8 മീറ്റർ ആൻഡ് ഡെപ്ത് 6 മീറ്റർ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ടു ദ ടോപ്പ്. If G is equal to 10 meter per second square and length density of water is 1000 kilogram per meter cube, then the thrust on the bottom is. അപ്പോൾ നോക്കിക്കേ, ഓക്കെ. അപ്പം നോക്കൂ, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഇസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. ഓക്കെ, ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു സർഫസിന് പെർപെൻഡിക്കുലറായി ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ത്രസ്റ്റ് ആണ്. അപ്പോൾ നോക്കൂ, ഇതിന് ഈ ടാങ്കിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, പിന്നെന്താണ്? ഡെപ്ത് തന്നിട്ടുണ്ട്. ഡെപ്ത് നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ആഴമാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ നോക്കിയേ, ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ? നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ത്രസ്റ്റ് ഓൺ ദ ബോട്ടം. ഈ അടിഭാഗത്ത് എന്തുമാത്രം ത്രസ്റ്റ് കിട്ടുന്നു എന്നതാണ്. ഈ അടിഭാഗത്തെ ഏരിയ ഓഫ് ദ ബേസ്. അപ്പോൾ നോക്കൂ, പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് ദ ബേസ്. ഓക്കെ, ഏരിയ ഓഫ് ദ ബേസ്. പ്രഷർ നോക്കൂ, നിങ്ങൾക്കറിയാം, ഒരു വാട്ടർ സർഫസിൽ നിന്നും എന്തുമാത്രം ഡെപ്തിലാണ് നിങ്ങളെങ്കിൽ ആ ഡെപ്ത് എച്ച് ആണ് എങ്കിൽ അവിടെയുള്ള പ്രഷർ എത്രയാണ്? എച്ച് റോജി ആണ്. ഗേജ് പ്രഷറാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചതാണ്. എച്ച് റോജി ഇൻറ്റു ഏരിയ ഓഫ് ബേസ്. ഓക്കെ, ആ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് അല്ലേ? നോക്കൂ, ഇത്രയുമാണ് ആഴം. ഇത് എന്താണ്? ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മീറ്റർ ആണ്, ആഴമാണ്, ഡെപ്ത് ആണ്. ഇൻറ്റു റോ എത്ര? 1000, വെള്ളത്തിന്റെ ഡെൻസിറ്റി, ഇൻറ്റു 10, G10 ആണ്, ഇൻറ്റു നോക്കൂ, ഇവിടെയാണ് ക്രൂഷ്യൽ. ഏരിയ ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണോ, ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആണോ, ലെങ്ത് ഇൻറ്റു ഡെപ്ത് ആണോ? ക്ലിയർലി നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് നോക്കൂ, ഏരിയ ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കൂ, ഈ ഏരിയ തന്നെയാണ്. അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് എത്ര? 10, ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് 8 ആണ്, 8 മീറ്റർ ആണ് കേട്ടോ, ഇത് 8 ആണ്. ഓക്കെ, അപ്പോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ എടുക്കാം? 6 ഇൻറ്റു 1000 ഇൻറ്റു 10 ഇൻറ്റു 80 ന്യൂട്ടൺ. ഓപ്ഷൻ എ ആണ്. അപ്പോൾ 65th ക്വസ്റ്റ്യൻ നല്ല മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. 65th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 75ലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 75 പറയുന്നത്? ദ സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഈസ് 5 Newton per meter. If a thin film is formed on a loop of area 0.02 meter square, then its surface energy will be. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ഇവിടെ എന്താണ്? ഒരു ലൂപ്പിലാണ് ഈ തിൻ ഫിലിം ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഏരിയ എത്രയാണ്? 0.02 മീറ്റർ സ്ക്വയർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ലൂപ്പിൽ ഏരിയ ഫോം ചെയ്താലും എഫക്റ്റീവ് ഏരിയ എത്രയാണ്? 2 സർഫസുകൾ ഉള്ളത് കൊണ്ട് 2 ഇൻറ്റു 0.02 മീറ്റർ സ്ക്വയർ ആണ്, ഇൻറ്റു സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് എനർജി കിട്ടും. സർഫസ് എനർജി എഫക്റ്റീവ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ട? സർഫസ് എനർജിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁻⁻1 ജൂൾ എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ 76th ക്വസ്റ്റ്യൻ നോക്കൂ. 76th ക്വസ്റ്റ്യൻ എന്താണ്? 76th ക്വസ്റ്റ്യൻ പറയുന്നത് 2 tubes of same material but of different radii are dipped in a liquid. The height to which the liquid rises in one tube is 2.2 cm and in the other is 6.6 cm. The ratio of their radii is. വളരെ എളുപ്പമാണ് ആ ക്വസ്റ്റ്യൻ. 2 കാപ്പിലറി ട്യൂബുകളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരേ മെറ്റീരിയലാണ്, പക്ഷേ വ്യത്യസ്ത റേഡിയൈ ആണ്. അതൊരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നു. ലിക്വിഡ് ഒന്നാണ് കേട്ടോ, ഒരു ലിക്വിഡിലാണ്. നോക്കൂ, ആദ്യത്തെ ട്യൂബ് ഇമ്മേഴ്സ് ചെയ്തപ്പോൾ ലിക്വിഡ് റൈസ് ചെയ്തത് ഏതുവരെയാണ്? 2.2 സെന്റിമീറ്റർ ആണ്. എന്നാൽ രണ്ടാമത്തെ ട്യൂബ് ഡിപ്പ് ചെയ്തപ്പോഴോ അത് 6.6 സെന്റിമീറ്റർ ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവയുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, വളരെ സിമ്പിൾ ആണ്. കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. 2s cos θ by r rho g. അപ്പൊ നോക്കൂ, h എന്തിനാണ് പ്രൊപ്പോർഷണൽ? 1/r-നാണ്. അപ്പൊ നോക്കൂ, റേഡിയകൾ തമ്മിലുള്ള റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ R1/R2 നോക്കൂ, അതിൽ നിന്ന് എങ്ങനെ എഴുതാം? H2/H1 അല്ലേ വരികയുള്ളൂ. ഓക്കെ, H2 എത്ര? 6.6ഉം H1 2.2. അപ്പൊ എത്ര? 3.1. ഓക്കെ, സോറി 3:1 ആണ് കേട്ടോ. 3:1. 76th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 3:1. ഓക്കെ,
അടുത്തത് 83rd ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ആലോചിച്ച് എഴുതണമെന്നേ ഉള്ളൂ, കൂടുതൽ മാത്തമാറ്റിക്സ് ഒന്നും നമുക്കില്ല. സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ എ സാറ്റലൈറ്റ് മൂവിംഗ് അറൌണ്ട് എനി പ്ലാനറ്റ് the gravitational force is effectively balanced. Okay, if an ice cube exists there and it melts with the passage of time, its shape will be. അപ്പോൾ നോക്കിക്കേ, ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുകയാണ് പ്ലാനറ്റിന് ചുറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് അത്? വെയിറ്റ് സ്പേസിലാണ്. അപ്പോൾ നോക്കൂ, വെയിറ്റ്ലെസ്നെസ് ഇല്ലേ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫക്റ്റീവ്ലി ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെയിറ്റ്ലെസ്നെസ് അനുഭവിക്കുന്നു. ഇപ്പൊ നോക്കിയേ, അതിലൊരു ഐസ് ക്യൂബ് ഉണ്ട്, അതിങ്ങനെ പറന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ പറന്ന് നടക്കുന്ന ഐസ് ക്യൂബ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് വെള്ളമാവില്ലേ? ഓക്കെ, പക്ഷെ സ്പേസിലായതുകൊണ്ട് എന്ത് ചെയ്യില്ല? അത് താഴെ വീഴില്ല. ഓക്കെ, അതിങ്ങനെ പറന്ന് കിടക്കുന്നു. അപ്പോൾ നോക്കിയേ, ആ ഐസ് ക്യൂബ് സമയം കഴിയും തോറും വെള്ളമാകുന്നു, പക്ഷെ വെള്ളം താഴെ വീഴാൻ പറ്റില്ല. പിന്നെന്താണ്? സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് അത് എന്ത് ചെയ്യും? അത് മോളിക്യൂൾസ് പരസ്പരം അടുക്കുന്നു. എന്ത് ഫോം ചെയ്യുന്നു? അത് ഒരു സ്പെറിക്കൽ ഷേപ്പ് ഫോം ചെയ്യുന്നു. ഓക്കെ, എന്താണ്? സ്പെറിക്കൽ ഷേപ്പ് ഫോം. അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 83rd ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു? നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? 75, 76 ആൻഡ് 83. ഓക്കെ ഓക്കെ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 88 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 88 പറയുന്നത്? വാട്ടർ റൈസ് ഇൻ കാപ്പിലറി ട്യൂബ് വെൻ ഇറ്റ്സ് one end is dipped vertically in it is 3 centimeter. If the surface tension of water is 75 into 10 raised to minus 3 Newton per meter, the diameter of the capillary tube will be. അപ്പോൾ നോക്കൂ, ഒരു എൻഡ് വെർട്ടിക്കലായി ഡിപ്പ് ചെയ്യുമ്പോൾ ക്യാപ്പിലറി ട്യൂബിൽ ഉണ്ടാവുന്ന റൈസ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട് എങ്കിൽ ക്യാപ്പിലറി ട്യൂബിന്റെ ഡയാമീറ്റർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ക്യാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ അറിയാം. അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റേഡിയസ് അല്ലേ. അപ്പോൾ ആദ്യ റേഡിയസ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? 2 ഇൻറ്റു, നോക്കൂ, ആർ അങ്ങ് പോകുന്നു, എച്ച് ഇനി താഴെ വരുന്നു, 2s cos θ by h rho g. അപ്പോൾ 2 ഇൻറ്റു സർഫസ് ടെൻഷൻ ഇൻറ്റു, നോക്കൂ, വാട്ടർ ആണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ഡിഗ്രി ആണ്, cos 0 degree, divided by 3 into 10 raised to minus 2 into 10 cube into 10. Okay, that is equal to 5 into 10 raised to minus 4. Diameter എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into radius. അപ്പോൾ 2 into 5 10, 10 into 10 raised to minus 4 എത്ര? 10 raised to minus 3 meter. That is equal to എത്ര? 1 millimeter. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 88th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 91ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 91. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 91 പറയുന്നത് എന്താണ്? ഈ വാട്ടർ ഡ്രോപ്പ് ഓഫ് റേഡിയസ് സ്മോൾ ആർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ ഡ്രോപ്ലെറ്റ്സ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ദ പ്രോസസ്? ഗിവൺ സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ. സർഫസ് ടെൻഷന് സിഗ്മ എന്ന നൊട്ടേഷൻ കൊടുക്കുമ്പോൾ എന്താണ് ഉത്തരം? വർക്ക് ഡൺ ഇൻ ദ പ്രോസസ്. അപ്പോൾ നോക്കൂ, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, സിമ്പിൾ ആണ് വർക്ക് ഡൺ. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള എന്താണ്? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ് അല്ലെങ്കിൽ ചേഞ്ച്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഒരു റേഡിയസ് ആറുള്ള സ്മോൾ ആറുള്ള വാട്ടർ ഡ്രോപ്പിനെ 8 ഈക്വൽ ഡ്രോപ്ലെറ്റുകളായി ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സർഫസ് ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൽ പലതവണ നമ്മൾ പറഞ്ഞാണ് എന്താണ്? വോളിയം സെയിം ആയിരിക്കും രണ്ട് കേസുകളിലും. അതായത് ആദ്യത്തെ ഡ്രോപ്പ്, അതായത് സ്പ്ലിറ്റ് ചെയ്യാത്തതിന് മുമ്പുള്ള, അതായത് ഒറ്റ വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിരിക്കുമ്പോൾ അതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ വോളിയം 4/3 πr ക്യൂബ് ആണ്. അത് നോക്കൂ, 8 വാട്ടർ ഡ്രോപ്ലെറ്റുകളായി മാറിയില്ലേ? ഓരോ കുഞ്ഞു ഡ്രോപ്ലെറ്റിന്റെയും റേഡിയസ് r' ആണ് എങ്കിൽ ആ ഓരോ കുഞ്ഞു ഡ്രോപ്ലെറ്റുകളുടെയും വോളിയം ഇൻറ്റു 8 എന്ന് പറയുന്നത് ഇതിന് തുല്യമായിരിക്കും. സെയിം വോളിയം ആയിരിക്കും. അപ്പോൾ 8 into 4/3 πr' ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്തെല്ലാം കളയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? r' ഈക്വൽ ടു r/2 എന്ന് കിട്ടും. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയയിലെ, ചേഞ്ച് ഇൻ സർഫസ് ഏരിയയിലെ. അപ്പോൾ നോക്കൂ, 8 into സർഫസ് ഏരിയ എന്തായാലും കൂടും, 8 into 4π into r². നോക്കൂ, ഇപ്പോൾ r എന്താണ്? r' എന്ന് പറഞ്ഞാൽ r/2 ആണ്. r/2 the whole square minus 4πr² ഇനീഷ്യലി ഉള്ളത്. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? 4πr² എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, അത് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. അപ്പൊ എന്താണ്? 4πr² ഇൻറ്റു സിഗ്മ. അപ്പോൾ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 91. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു? ഏതൊക്കെയാണ്? 88ഉം 91ഉം. ഓക്കെ
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 93 ആണ്. കുറച്ച് ഇമാജിനേഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. എ വെസൽ whose bottom has holes with diameter 0.1 millimeter is filled with water. Okay, what is the maximum height up to which water can be filled without leakage? അപ്പോൾ നോക്കൂ, ഒരു വെസൽ, അതിന്റെ താഴ്വശത്ത് ബോട്ടത്തിൽ 0.1 മില്ലിമീറ്റർ ഡയാമീറ്റർ ഉള്ള ഹോൾസ് ഉണ്ട്. അതിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, ഒരു നിശ്ചിത ഹൈറ്റ് വരെ എത്തി, പിന്നെ ഫില്ല് ചെയ്താൽ വെള്ളം ലീക്കായി പോകും. അപ്പോൾ നോക്കൂ, ആ മാക്സിമം ഹൈറ്റ്, അതായത് ലീക്കേജ് ഇല്ലാതെ ഫില്ല് ചെയ്യാൻ പറ്റിയ ഏതുവരെ ഫില്ല് ചെയ്യാം, ലീക്കേജ് ഇല്ലാതെ എത്ര ഹൈറ്റ് വരെ ഫില്ല് ചെയ്യാം, അതായത് മാക്സിമം ഹൈറ്റ് അപ് ടു വിച്ച് വാട്ടർ ക്യാൻ ബി ഫിൽഡ് വിത്തൗട്ട് ലീക്കേജ്, അതെന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 93ലേക്ക് നമ്മൾ പോകുന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, താഴെയുള്ള ഹോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ. ആ ഹോള്, സർക്കുലർ ഹോൾ ഒന്ന് ഇമാജിൻ ചെയ്യൂ. അതിലൂടെ വാട്ടർ ഡ്രോപ്പുകൾ ഇറങ്ങി പോകുമ്പോഴല്ലേ ലീക്കേജ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ ഒരു വാട്ടർ ഡ്രോപ്പിനകത്തെ എക്സസ് പ്രഷർ എന്താണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് പുറമേയുള്ള പ്രഷർ കിട്ടുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തുള്ള പ്രഷർ എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ പുറമേയുള്ള പ്രഷറിനേക്കാൾ അകമേയുള്ള പ്രഷർ കൂടുമ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ത് ചെയ്യും, ചുരുങ്ങുന്നു. അപ്പോൾ എക്സസ് പ്രഷർ ഉണ്ടാകുന്നു എന്നാണ് കൺസെപ്റ്റ്. അപ്പോൾ നോക്കിക്കേ, വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ എക്സസ് പ്രഷർ നമ്മൾ എന്താണ്, ഇപ്പോൾ ഹോൾസ് ഉള്ള എവിടെയാണ്, ഏറ്റവും ബോട്ടത്തിലാണ്. അപ്പൊ നോക്കൂ, ആ ബോട്ടത്തിലെ പ്രഷറിന് തുല്യമാകുന്നത് വരെ നിങ്ങൾക്ക് വെള്ളം ഫില്ല് ചെയ്യാം. സംഭവം മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് വെള്ളം നോക്കൂ, ആ നിശ്ചിത ഹൈറ്റ് വരെ, അതായത് എച്ച് എന്നുള്ള ആ ഹൈറ്റിലാണ് എന്തുള്ളത്, വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ഇത് ലീക്ക് ആവില്ല. ആ എച്ചിൽ കൂടുതലാവുമ്പോൾ എന്ത് ചെയ്യും, ലീക്ക് ആവും. അതിന് കാരണം എന്താണ്, ഈ താഴെയുള്ള പ്രഷർ, അതായത് ഈ ടാങ്കിന്റെ ഏറ്റവും താഴെയാണ് ഹോൾസ്. ഓരോ ഹോൾസ് ഉണ്ട്, ഓരോ എന്താണ് സർക്കുലർ ഹോൾസ് ആണെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എന്നത് അവിടെയുള്ള ആ ഹോൾസിന്റെ നോക്കൂ, ആ വാട്ടർ ഡ്രോപ്ലെറ്റുകളുടെ എക്സസ് പ്രഷറിന് കൂടുതലായി കഴിഞ്ഞാൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ് പിന്നെയും ചുരുങ്ങി എന്ത് ചെയ്യും, ആ ഹോളിൽ കൂടി ഇറങ്ങിപ്പോക്കോളും. പക്ഷെ എന്താണ്, ആ ഹോൾ എന്ത് ചെയ്യണം, ആ ഹോളിൽ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ത് ചെയ്യണം, കോൺട്രാക്റ്റ് ആകാതെ അവിടെ ഇങ്ങനെ നിൽക്കണം. എന്നാലേ എന്താവുള്ളൂ, ഇത് എന്ത് ചെയ്യുള്ളൂ, ഇത് ലീക്ക് ആവാതെ ഇരിക്കുകയുള്ളൂ. അതിനർത്ഥം എന്താണ്, പുറമേയുള്ള പ്രഷർ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്തിരിക്കണം. ഇവിടത്തെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ഡ്രോപ്പുകളിലെ എക്സസ് പ്രഷർ ആയി ഇരുന്നാൽ മാത്രമേ ലീക്ക് ആവാതെ ഇരിക്കുകയുള്ളൂ. എന്നാൽ ഇവിടത്തെ പ്രഷർ കൂടിക്കഴിഞ്ഞാലോ വാട്ടർ ഡ്രോപ്ലെറ്റ് പിന്നെയും ചുരുങ്ങും, ഈ ഹോളിൽ കൂടി ഇറങ്ങി വരും. അപ്പോൾ കണ്ടീഷൻ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നോക്കൂ, ഈ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ വാട്ടർ ഡ്രോപ്പിന്റെ ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, PDF-ലുണ്ട്. വേണമെങ്കിൽ പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അത് 2 σ/r ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു H/ρg. H എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടാങ്കിന്റെ ഹൈറ്റ് ആണ്, അതായത് വാട്ടർ ലെവലിൽ നിന്നും ബോട്ടം വരെയുള്ള ഡെപ്ത്. അപ്പോൾ H എങ്ങനെ എഴുതാം, H is equal to 2 sigma divided by r/ρg. സിഗ്മ തന്നിട്ടുണ്ട്, R നിങ്ങൾക്കറിയാം. എന്താണ് R? ആ ഹോളിന്റെ റേഡിയസ് ആണ്. ഹോളിന്റെ ഡയാമീറ്റർ എത്രയെന്നാണ് തന്നിട്ടുള്ളത്, 0.1 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് കണ്ടുപിടിച്ചൂടെ, 0.1 × 10⁻⁻. റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.1 × 10⁻³ ഇൻറ്റു 1000 × 10. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. 93rd ക്വസ്റ്റ്യൻ ആൻസർ 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 93rd ക്വസ്റ്റ്യൻ ആൻസർ 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ എ ആണ്. 93rd ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 97. ക്വസ്റ്റ്യൻ നമ്പർ 97 വായിച്ചു നോക്കൂ. എ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ടു എ ഹൈറ്റ് ക്യാപിറ്റൽ H. ഓക്കെ, ക്യാപിറ്റൽ H ഹൈറ്റിലാണ് ടാങ്ക് ഫില്ല് ചെയ്തിരിക്കുന്നത്. വാട്ടർ ലെവൽ ആ ഹൈറ്റിലാണ്. എ ഹോൾ ഈസ് മെയ്ഡ് ഇൻ വൺ ഓഫ് ദ വാൾസ് അറ്റ് എ ഡെപ്ത് D ബിലോ ദ വാട്ടർ സർഫസ്. നോക്കൂ, വാട്ടർ സർഫസിന് താഴെ ഒരു നിശ്ചിത ഡെപ്ത് ഡിയിൽ ഒരു ഹോള് ഉണ്ടാക്കിയിരിക്കുന്നു. The distance x from the foot of the wall at which the stream coming out of the tank strikes the ground. നോക്കൂ, ഈ വാളിന്റെ ഫുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, താഴ്ഭാഗത്ത് അടിഭാഗത്ത് നിന്നും ഇവിടെ നിന്നും എത്ര
ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലാണ് ഗ്രൗണ്ടിൽ എന്ത് വന്ന് വീഴുന്നത്, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ഇജക്റ്റ് ചെയ്യുന്ന സ്ട്രീം ഈ ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ തിയററ്റിക്കൽ പാർട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് റേഞ്ച് എന്ന് വിളിക്കും ഇതിനെ. സ്പീഡ് ഓഫ് എഫ്ലക്സ് നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റേഞ്ച് ആയ എക്സ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഈ പാരാമീറ്റേഴ്സ് വെച്ച് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ. നിങ്ങൾക്കറിയാം ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആണ്, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഓക്കെ, ഇത് നോക്കിക്കേ, ഇതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലാണ്, ഒബ്ലിക് പ്രൊജക്ടൈൽ അല്ല, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലാണ്. അതിന്റെ കേസ് നിങ്ങൾക്കറിയാം. ഇതിന്റെ വെലോസിറ്റി എങ്ങനെയാണ്, √2gh ആണ്. എന്തുമാത്രം ഹൈറ്റിൽ നിന്നാണ് ഇത് വീഴുന്നത്, √2gh. അപ്പോൾ ഹൈറ്റ് എത്രയാണ്, ഡെപ്ത് ആണ്. നോക്കൂ, ഇത്രയും ഡെപ്ത് ആണ്, d ആണ്, √2gd. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം. ന്യൂട്ടൺസ് ഇക്വേഷൻ നമ്മൾ മുൻപ് ഒരു 3-4 ക്വസ്റ്റ്യനിൽ ഇത് ചെയ്തതാണ്, ഇൻറ്റു ടൈം. ഓക്കെ, നോക്കൂ, ഈ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾക്കറിയാം. നോക്കൂ, ഇവിടെ നിന്നും ഇവിടെയാണ് വീഴുന്നത്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് എത്ര കവർ ചെയ്യും, ഇത്ര വെർട്ടിക്കൽ ഹൈറ്റ് ആണ് കവർ ചെയ്യുന്നത്. നോക്കിക്കേ, ഇത്രയും എച്ച് ആണ്, ഇത്രയും ഡി ആണെങ്കിൽ ഇത്രയും ഹൈറ്റ് എത്രയാണ്, h-d. നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്, ടൈം ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷനും ഉണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, s=ut + ½ ആണ്. ഇവിടെ നോക്കൂ, ഡിസ്റ്റൻസ് h-d അല്ലേ. നോക്കൂ, ഇതാണ് ഡിസ്റ്റൻസ് h-d, ദാറ്റ് ഈസ് ഈക്വൽ ടു ut. നോക്കൂ, ut എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, അപ്പോൾ ഈ ടേം 0 ആയി പോകും, പ്ലസ് ½ ഇൻറ്റു g ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇൻറ്റു t². അപ്പോൾ ഇതിന് h-d is equal to ½ gt², t² is equal to 2 into h-d/g, t is equal to √2h-d/g. സിമ്പിൾ ആണ്. വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നോക്കൂ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അത് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും, √2gd into √2 into h-d/g. അപ്പോൾ നോക്കൂ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. അത് കൂടുതൽ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് പറയാത്തത്. അപ്പം നോക്കൂ, ആൻസർ 2 into D into h-d the whole raised to half. ഓപ്ഷൻ എ ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് 97th ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 101. എ ലാർജ് ഓപ്പൺ ടാങ്ക് ഹാസ് 2 holes in the wall. ഓക്കെ, ഒരു വലിയ ഓപ്പൺ ടാങ്കിന് 2 ഹോളുകളുണ്ട് അതിന്റെ വോളിൽ. നോക്കൂ, ഒരു സ്ക്വയർ ഹോളും ഒരു സർക്കുലർ ഹോളും. സ്ക്വയർ ഹോളിന്റെ സൈഡ് എത്രയാണ്, L ആണ്. നോക്കൂ, ഈ സ്ക്വയർ ഹോളിന്റെ ഓരോ സൈഡും L ആണ്. സർക്കുലർ ഹോളിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. നോക്കൂ, ഈ ഹോളുകളെല്ലാം നോക്കൂ, ഈ സ്ക്വയർ ഹോൾ എന്നാൽ ഇതിന്റെ വാട്ടർ ലെവലിൽ മുകളിലത്തെ വാട്ടർ സർഫസിൽ നിന്നും y ഡെപ്ത് താഴെയാണ്. ഓക്കെ, y ആണ്. ഈ സർക്കുലർ ഹോളോ 4y ഡെപ്ത് താഴെയാണ്. ഓക്കെ, സ്ക്വയർ ഹോൾ y ആണെങ്കിൽ സർക്കുലർ ഹോൾ എത്ര, 4y ഡെപ്ത്. ഓക്കെ, when the tank is completely filled with water, the quantities of water flowing out per second from both the holes are same. അതായത് ടാങ്ക് കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ഹോൾ തുറന്നു വിടുമ്പോൾ എന്താണ്, ഇതിൽ നിന്നും പോകുന്ന ജലത്തിന്റെ അളവ്, ക്വാണ്ടിറ്റി എന്നുള്ളത് സെയിം ആണ്. എങ്കിൽ R എത്രയാണ്, അതായത് സർക്കുലർ ഹോളിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. നോക്കൂ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ നമുക്ക് എന്താണ്, നമ്മൾ മുൻപ് ചില പ്രോബ്ലംസിൽ ഉപയോഗിച്ചതാണ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്താണ്. എന്താണത്, A1V1 = A2V2. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഹോളിന്റെ ഏരിയ ഇൻറ്റു അതിലൂടെ പാസ് ചെയ്യുന്നത്, അതിലൂടെയുള്ള വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു മറ്റൊരു ക്രോസ് സെക്ഷൻ അതിന്റെ ഏരിയ ഇൻറ്റു അതിലൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റി, പാസ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി. നോക്കൂ, ഫസ്റ്റ് ക്രോസ് സെക്ഷൻ ഏതാണ് അല്ലെങ്കിൽ ഏരിയ ഏതാണ്, സ്ക്വയർ ആണ്, സ്ക്വയർ ഹോൾ ആണ്. അതിന്റെ സൈഡ് L ആണെങ്കിൽ ഏരിയ എത്രയാണ്, L² ആണ്. നോക്കൂ, ഇതിൽ നിന്നും വെള്ളം ഇജക്ട് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്, √2g into ഡെപ്ത്. ഇത് നമ്മൾ ഒരുപാട് തവണ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഇനിയും പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി സർക്കുലർ ക്രോസ് സെക്ഷൻ എടുക്കാം, അതിന്റെ ഏരിയ എത്ര, πr² ഇൻറ്റു √2g ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എത്രയാണ്, ഏത് ഹൈറ്റിൽ നിന്നാണ് വരുന്നത്, 4y ആണ്.
നോക്കൂ, ക്യാൻസൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഉത്തരം എന്ത് കിട്ടും? R is equal to L/√2π. ഓപ്ഷൻ എ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 101ന്റെ ആൻസർ എ ആണ്, ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 102 ആണ്. ഇഫ് ദ വർക്ക് ഡൺ ഇൻ ബ്ലോയിങ് എ സോപ്പ് ബബിൾ ഓഫ് വോളിയം ക്യാപിറ്റൽ V is W, then the work done in blowing a soap bubble of volume 2V will be. നോക്കൂ, ഒരു സോപ്പ് ബബിളിന്റെ വോളിയം V ആണ് എങ്കിൽ അത് ബ്ലോ ചെയ്യാനുള്ള വർക്ക് W ആണ് എങ്കിൽ 2V വോളിയം ഉള്ള സോപ്പ് ബബിൾ ബ്ലോ ചെയ്യാനുള്ള വർക്ക് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്തു നോക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് ഉള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഏരിയ. അപ്പൊ നോക്കൂ, എസ് ഇൻറ്റു ആദ്യം എത്രയായിരുന്നു? ആദ്യത്തെ സോപ്പ് ബബിളിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിച്ചാൽ എസ് ഇൻറ്റു 2 ഇൻറ്റു 4πr². എങ്ങനെയാണ് 2 വന്നത്? 2 സർഫസുകൾ ഉണ്ട്. ഓക്കെ, അതിന്റെ വോളിയം 4/3πr³ ആണ്. ഇനി നോക്കൂ, വോളിയം ഡബിൾഡ് ആയി എന്നല്ലേ പറയുന്നത്. അപ്പൊ സെക്കൻഡ് കേസിൽ V ഡാഷ് എന്ന് സൂചിപ്പിച്ചാൽ V ഡാഷ് ഇസ് ഈക്വൽ ടു 4/3πr⁻³ ആണ്. കാര്യം അവിടുത്തെ റേഡിയസ് മാറും, എന്നാലേ വോളിയം മാറുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസിലെ ബബിളിന്റെ റേഡിയസ് R ഡാഷും ഫസ്റ്റ് കേസിലെ ആറുമാണ്. സെക്കൻഡ് കേസിലെ വോളിയം V ഡാഷും ഫസ്റ്റ് കേസിലെ വോളിയം Vയുമാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലെ കണ്ടീഷനിലേക്ക് വരാം. വോളിയം ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ആദ്യത്തെ വോളിയം ഡബിൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ വോളിയം കിട്ടും. അപ്പൊ എന്താണ്? 4/3πr⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4/3πr³. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്യേണ്ടതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? R ഡാഷ് ഇസ് ഈക്വൽ ടു 2⁻1/3 ഇൻറ്റു R എന്ന് കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടും? W ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. W ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം, അതായത് ഡബിൾ വോളിയം ഉള്ള ഈ സോപ്പ് ബബിൾ അല്ലെങ്കിൽ എന്താണ് സോപ്പ് ബബിളിന്റെ ബ്ലോ ചെയ്യാനുള്ള വർക്ക് എത്രയാണ്? ഓക്കെ, അപ്പൊ W നമ്മൾ എന്താണ് ഇവിടെ ആൾറെഡി കണ്ടുപിടിച്ചാണ്. എന്താണ്? S ഇൻറ്റു 2 ഇൻറ്റു ജനറൽ ഇക്വേഷൻ S ഇൻറ്റു 2 ഇൻറ്റു 4πr². അപ്പൊ നോക്കൂ, ഇവിടെ സർഫസ് ടെൻഷൻ ഇൻറ്റു 2 ഇൻറ്റു 4πr⁻². ഇപ്പോഴത്തെ റേഡിയസ് എത്രയാണ്? R ഡാഷ് ആണ്. 2 എന്തുകൊണ്ട് കൊടുക്കുന്നു? 2 സർഫസുകൾ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു S ഇൻറ്റു 2 ഇൻറ്റു 4π ഇൻറ്റു R ഡാഷ് ഹോൾ സ്ക്വയർ. അതിന് എന്ത് കൊടുക്കാം? ഈ ക്വാണ്ടിറ്റിയുടെ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? 2⁻1/3² 2⁻2/3 ഇൻറ്റു R². അപ്പൊ നോക്കൂ, എന്ത് കിട്ടും? S ഇൻറ്റു 2 ഇൻറ്റു 4π ഇൻറ്റു 4⁻1/3 ഇൻറ്റു R². നോക്കൂ, S ഇൻറ്റു 2 ഇൻറ്റു 4πr², ആ സാധനമാണ് W. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും സാധനത്തിന് എന്ത് കൊടുക്കാം? S2 4πr²ന് W എന്ന് കൊടുത്താൽ ബാക്കി ആര് വരും? 4⁻1/3. അപ്പോ ഇപ്പോ കിട്ടിയ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? W ഡാഷ് ഇസ് ഈക്വൽ ടു 4⁻1/3 ഇൻറ്റു W. അപ്പോ ഓപ്ഷൻ ഡി ആണ് 102ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 103 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 103 പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് റിക്വയർഡ് ടു ഡ്രാഗ് എ സർക്കുലാർ ഫ്ലാറ്റ് പ്ലേറ്റ് ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ഈസ്. അപ്പൊ നോക്കൂ, ഒരു സർക്കുലാർ ഫ്ലാറ്റ് പ്ലേറ്റ്, അതിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ഇതിന് നിങ്ങൾ വെള്ളത്തിന്റെ സർഫസിലൂടെ ഡ്രാഗ് ചെയ്യാനുള്ള ഫോഴ്സ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഡൈൻ പെർ സെന്റിമീറ്ററിലാണ് സർഫസ് ടെൻഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഡൈൻ പെർ സെന്റിമീറ്റർ ഏത് സിസ്റ്റമാണ്? CGS സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, റേഡിയസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ, സർഫസ് ടെൻഷൻ 75 ഡൈൻ പെർ സെന്റിമീറ്റർ. നോക്കൂ, ഫ്ലാറ്റ് പ്ലേറ്റിന്റെ, അതായത് പ്ലേറ്റിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുക. അത് L എന്ന് വിളിക്കുന്നു. അതിനെന്താണ്? 2πr ആണ്. ഓക്കെ, 2πr സർക്കംഫറൻസ് സർക്കിളിന്റെ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസ് എത്ര? 5 സെന്റിമീറ്റർ. അപ്പോൾ 10π സെന്റിമീറ്റർ ആണ് സർക്കംഫറൻസ്. നിങ്ങൾക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ലെങ്ത് ആണ്.
ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സർക്കംഫറൻസ് ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിക്കഴിഞ്ഞു. ഫോഴ്സ് ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത്. That is equal to 75 into 10 pi. That is equal to 750 pi dyne എന്ന് കിട്ടും ഫോഴ്സ്. ഇത് ബേസിക് ഡെഫിനിഷൻ ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. സർഫസ് ടെൻഷന്റെ ഡെഫിനിഷൻ എന്താണ് അത് PDF വളരെ വൃത്തിയായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 103. അതിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 103 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മെറ്റീരിയലിലെ 107ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ. എ ബോഡി ഫ്ലോട്ട്സ് വിത്ത് 1/3 ഓഫ് ഇറ്റ്സ് വോളിയം ഔട്ട്സൈഡ് വാട്ടർ ആൻഡ് 3/4 ഓഫ് ഇറ്റ്സ് വോളിയം ഔട്ട്സൈഡ് അനദർ ലിക്വിഡ്. ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഒരു ബോഡി വെള്ളത്തിൽ ആയിരിക്കുമ്പോൾ അത് ഫ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ വോളിയത്തിന്റെ ടോട്ടൽ വോളിയത്തിന്റെ 1/3 പുറത്തായിരിക്കും. ഓക്കെ, 1/3 പുറത്തായിരിക്കും, 1/3. എന്നാൽ നിങ്ങൾ ആ ബോഡിയെ മറ്റേതോ ഒരു ലിക്വിഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് ഫ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഉള്ളത് എങ്ങനെയാണ്? അതിന്റെ ടോട്ടൽ വോളിയത്തിന്റെ 4/3 3/4 മുക്കാൽ ഭാഗവും പുറത്തായിരിക്കും. അപ്പോൾ വെള്ളത്തിലാണെങ്കിൽ 1/3 ഓഫ് ഇറ്റ്സ് വോളിയം ഈസ് ഔട്ട്സൈഡ്. പക്ഷേ മറ്റ് ലിക്വിഡിലായിരിക്കുമ്പോഴോ വേറൊരു ലിക്വിഡായിരിക്കുമ്പോഴോ അതിന്റെ 3/4 വോളിയവും ഔട്ട്സൈഡ് ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സിംപ്ലി ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കൂ, നമ്മൾ കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുകയാണ്. നോക്കൂ, ഡി എന്നതിനെ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നു. വെള്ളത്തിന്റെ ഡെൻസിറ്റി ഡി എന്ന് വിളിക്കുന്നു. അതുപോലെ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മറ്റ് ലിക്വിഡാണ്, ഓയിൽ എന്ന് വിളിക്കുക അതിനെ. ഓക്കെ, മറ്റൊരു ഓയിലാണ്. ആ ഓയിലിന്റെ ഡെൻസിറ്റി എത്രയാണ്? സിഗ്മ എന്ന് വിളിക്കുന്നു. നോക്കൂ, നമ്മൾ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് വി എന്നുള്ള വോളിയം ഉള്ള ഒരു വസ്തു, അതിന്റെ ഡെൻസിറ്റി റോയാണ്. അതായത് നമ്മുടെ വസ്തുവിന്റെ ഡെൻസിറ്റി റോയാണ്. അത് ഡി എന്നുള്ള ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ പുറമേയുള്ള വോളിയം എത്രയാണ്? അതായത് ഇമ്മേഴ്സ് ചെയ്ത വോളിയം താഴെയുണ്ട്, ഇമ്മേഴ്സ് ചെയ്യാത്ത വോളിയം. അതായത് ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഇമ്മേഴ്സ് ചെയ്ത, അതായത് മുങ്ങിക്കിടക്കുന്ന വോളിയം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബാക്കി എത്രയാണ്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. PDF നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. നോക്കൂ, വാട്ടറിലാണ് ഈ ബോഡി പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പുറമേയുള്ള വോളിയം, അതായത് വി ഔട്ട്സൈഡ് എന്ന് നമുക്ക് പറയാം. വി ഔട്ട്സൈഡ് ഇൻ കേസ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു ആ ബോഡിയുടെ വോളിയം, പുറമേയുള്ള അല്ല, ആ ബോഡി വെറുതെ ഇരിക്കുമ്പോഴുള്ള വോളിയം, അതായത് ടോട്ടൽ വോളിയം, ഒറിജിനൽ വോളിയം ഇൻറ്റു 1 മൈനസ് ആ ബോഡിയുടെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വെള്ളത്തിന്റെ ഡെൻസിറ്റി. ഓക്കെ, ഇനി ഇത് ആ ഓയിലിൽ അല്ലെങ്കിൽ ആ ലിക്വിഡിലായിരിക്കുമ്പോൾ ഔട്ട്സൈഡ് ഉള്ള വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ റോ. എന്താണ്? ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ്. ഏത് ലിക്വിഡിലാണോ ഉള്ളത് അതിന്റെ ഡെൻസിറ്റിയാണ് ഇവിടെ. നോക്കൂ, റോ ഡെൻസിറ്റി ഓഫ് ബോഡിയാണ്, നിങ്ങൾ ആദ്യമേ വിളിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുക്കാം. വെള്ളത്തിലായിരിക്കുമ്പോൾ എത്ര വോളിയമാണ് പുറമേ കാണുന്നത്? 1/3. അപ്പോൾ 1/3v അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് റോ ബൈ ഡി. ഇനി ലിക്വിഡിലായിരിക്കുമ്പോഴോ 3/4v ആണ്, അതാണ് പുറമേ കാണുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ. ഓക്കെ, ഇനി നോക്കൂ, നിങ്ങൾ ഇതിൽ വിയും ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി കിട്ടുന്ന എന്താണ്? 1 മൈനസ് റോ ബൈ ഡി. നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 1/3. ഈ ഡി എന്താണ്? വെള്ളത്തിന്റെ ഡെൻസിറ്റി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 1000 എന്ന് കൊടുത്തൂടെ? 1 മൈനസ് റോ ബൈ 1000 ഈസ് ഈക്വൽ ടു 1/3. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് കിട്ടും? റോ ബൈ 1000 എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. കാര്യം ഇതിങ്ങോട്ട് വരുന്നു, ഇതിങ്ങോട്ട് പോകുന്നു. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കൂ.
ഇനി നോക്കൂ, ഈ ഇക്വേഷനിൽ ഇവിടെ വിയും ബിയും ക്യാൻസൽ ചെയ്യുന്നു. 1 മൈനസ് റോ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടുന്നു. കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് റോ ബൈ സിഗ്മ എങ്ങനെ എഴുതാം? റോ ബൈ സിഗ്മ നോക്കൂ, അത് ഇങ്ങോട്ട് വരുന്നു, 3/4 അങ്ങോട്ട് പോകുന്നു. അപ്പൊ എത്ര? 1 ബൈ ക്ലാരിറ്റി. ഓക്കെ, നോക്കൂ, ക്ലിയർ ആവുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം റോ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു എത്ര? 1/4 എന്ന് കിട്ടി. നോക്കൂ, ഇനി ഇക്വേഷൻ 1/2, അതായത് റോ ബൈ 100 ഡിവൈഡഡ് ബൈ റോ ബൈ സിഗ്മ. ഓക്കെ, എന്ന് വെച്ചാൽ റോ ബൈ 100 ഇൻറ്റു സിഗ്മ ബൈ റോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിംഗ്ലി ഇവിടെ ഡിവൈഡ് ചെയ്യുക 2/3 ഡിവൈഡഡ് ബൈ 1/4 ആണ്. അപ്പൊ 2/3 ഇൻറ്റു 4/1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റേഷ്യോയാണ്. റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതല്ലേ റോ ബൈ സിഗ്മ ബൈ റോ. സിഗ്മ എന്നത് ലിക്വിഡിന്റെ ഡെൻസിറ്റി, റോ എന്നത് വെള്ളത്തിന്റെ ഡെൻസിറ്റി. അതിന്റെ രണ്ടിന്റെയും റേഷ്യോ അല്ലേ സ്പെസിഫിക് ഗ്രാവിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? 2 × 4 8 ഡിവൈഡഡ് ബൈ 3. ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 107ാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എന്താണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള PDF-ലെ എന്താണ് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞ എല്ലാ സംഗതികളും, എല്ലാ ഫോർമുലകളും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചുകൊണ്ട് പോവുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ കാണാം.